നിന്റെ റബ്ബിനോടെല്ലാം പറയണം. റബ്ബിനെ പോലെ നമുക്ക് തുറന്നു പറയാവുന്ന ആൾ ആരാളുള്ളത്? നമുക്ക് നമ്മുടെ റബ്ബിനെ പോലെ എല്ലാം അറിയാവുന്നവർ ആരാ ഉള്ളത്? ഏത് കൗൺസിലർക്കും നമ്മുടെ ഭാവിയും ഒന്നും അറിയൂല. എന്നാ നമ്മുടെ എല്ലാ കാര്യവും അറിയാവുന്ന റബ്ബ് എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ ആ റബ്ബിനോട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറയന്നെ, ധാരാളം പറയുക. റബ്ബിനോട് ധാരാളം പറയുക. എത്ര പറയാൻ സാധിക്കോ അത്രയും അള്ളാഹ്ക്ക് ഇഷ്ടം. മനുഷ്യരോട് കുറെ പറഞ്ഞാൽ മനുഷ്യർക്ക് വെറുപ്പുണ്ടാവും. ഞാൻ നിങ്ങളോടൊരു സങ്കടം പറയാൻ നിങ്ങളുടെ മുമ്പിൽ സമീപിച്ചാൽ ഒരിക്കലും 2 വട്ടവും ഏറി വന്നാൽ 3 തവണയൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. 4ാമത്തെ വട്ടം നിങ്ങൾ എന്നെ കണ്ടാൽ മാറും. എന്താ? അയാൾ ഇനി അത് പറയാൻ വരികയാണ്, ഇനി എനിക്ക് കേൾക്കാനാവൂല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതാണ് സ്വഭാവമെങ്കിൽ റബ്ബങ്ങനെയല്ല. റബ്ബു യഗ്ളബു ഇൻ തറക്ത സുആലഹു വബനിയ ആദമു ഹീന യുസ്അലു യഗ്ളബു. റബ്ബിനോട് നീ ചോദ്യം ഒഴിവാക്കുമ്പോഴാ റബ്ബിന് വെറുപ്പുണ്ടാകുന്നത്. അള്ളാഹിനോട് ധാരാളം ചോദിക്കാഞ്ഞാലാ അള്ളാഹ്ക്ക് വെറുപ്പ്. മനുഷ്യനോട് നീ കൂടുതൽ ചോദിച്ചാലാ അവന് വെറുപ്പ്. അതുകൊണ്ട് വെറുപ്പില്ലാതെ എത്ര തവണയും നമ്മളെ സങ്കടം കേൾക്കാൻ അള്ളാഹ് തയ്യാറാ. അള്ളാഹ് പറയുന്നത് ചോദിച്ചോളൂ. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറയുന്നു, എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. എപ്പോൾ അള്ളാഹിനോട് ഇങ്ങനെ പറയുന്നേ. അള്ളാഹിനോട് എത്ര പറയണോ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഓരോന്നും ഇബാദത്താ. എത്ര ദുആ ചെയ്താലും നമ്മൾ നിരാശപ്പെടും വേണ്ട. കാരണം ദുആക്ക് അള്ളാഹ് ഇജാബത്ത് ചെയ്യാൻ 3 നിലക്കാണ്. 3 നിലക്കാണ് അള്ളാഹു താല ഒരു ദുആക്ക് ഉത്തരം ചെയ്യുക. ഒന്നുകിൽ നമ്മൾ ആ ചോദിച്ച അതേ കാര്യം തന്നെ അള്ളാഹ് ഇങ്ങോട്ട് തരും. ഇല്ലെങ്കിലോ ആ പ്രാർത്ഥന ഫലമായി നമ്മൾ ചോദിച്ച കാര്യം അള്ളാഹ് തന്നില്ലെങ്കിലും നമ്മുടെ ഭാവി ജീവിതത്തിൽ വരാനിരിക്കുന്ന വേറെ വല്ല ബുദ്ധിമുട്ടുകളും ഈ ദുആ കാരണത്താൽ അള്ളാഹു എന്തു ചെയ്യും? റദ്ദു ചെയ്യും, നീക്കം ചെയ്യും. ഇനി അതൊന്നും കിട്ടിയില്ലാന്ന് വിചാരിക്കുക, നാളെ പരലോകത്തേക്ക് ഈ പ്രാർത്ഥിച്ചതിന്റെ ഒരു പ്രത്യേകമായ ഒരു പുണ്യം, ദുആക്ക് എപ്പോഴും പുണ്യമുണ്ട്, അതിന്റെ ഫലമായി ആ പ്രാർത്ഥിച്ചതിന്റെ പുണ്യത്തിന് പുറമെ ഇവൻ എന്താണോ ചോദിച്ചതെങ്കിൽ അതിനുവേണ്ടി സ്പെഷ്യൽ ഒരു പ്രത്യേകമായ പുണ്യം പരലോകത്ത് അള്ളാഹു അവന്റെ റെക്കോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാകുമെന്നാണ്. അപ്പൊ ഒരിക്കലും ദുആക്ക് മനുഷ്യൻ കമ്മി വരുത്തേണ്ടതില്ല, ഒരിക്കലും കുറവ് വരുത്തേണ്ടതില്ല, ധാരാളം ചോദിക്കണം എന്നാണ്. അങ്ങനെ നമുക്ക് എല്ലാം തുറന്നു പറയാൻ ഒരാളുണ്ടായാൽ, മനുഷ്യരോടൊക്കെ പറയുന്നതിനൊരു പരിധിയുണ്ട്. എല്ലാം മനുഷ്യരോട് നമ്മൾ തുറന്നു പറയില്ല. മനസ്സ് തുറക്കുക റബ്ബിന്റെ മുമ്പിൽ, മനസ്സ് റബ്ബിന്റെ മുമ്പിൽ തുറക്കുക. അതാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗം കൊണ്ട് കഷ്ടപ്പെട്ടപ്പോഴും അയ്യൂബ ഇദ്നാദാ അന്നീ മസ്സനിയൽ ദുർറു അയ്യൂബ ഇദ്നാദാ റബ്ബഹു. അയ്യൂബ് നബി അലൈഹിസ്സലാം തന്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം ഒരു സൃഷ്ടികളോടും അദ്ദേഹം പരാതി പറഞ്ഞില്ല. അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. എനിക്ക് ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു റബ്ബേ, നീ കാരുണ്യവാന്മാരിൽ ഏറ്റവും അർഹമുർ റഹീമാണല്ലോ എന്ന് പറഞ്ഞ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കാൻ. അങ്ങനെ ധാരാളമായി റബ്ബിനോട് ഇങ്ങനെ പറയലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ധാരാളം പ്രാർത്ഥനകളിൽ അത് സംബന്ധമായ പ്രാർത്ഥനകൾ കാണാം. പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ നമ്മൾ ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട ദുആയല്ലേ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറ. മുമ്പ് നമ്മൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെ പൂർണ്ണമായ രൂപം. അതിന്റെ ആദ്യ ഭാഗം നിങ്ങൾ കേട്ടത്. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്ത് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ്. ആഫിയത്തോളം അല്ലാഹുവിലുള്ള ദീനിൽ കൃത്യമായി ഒരാൾ വിശ്വസിച്ച് തഖ്വക്ക് ശേഷം പിന്നെ ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യമാണെന്ന്, ആഫിയത്താണ്. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആഫിയത്തിന് നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കണം. സലുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കണേ, അൽ ആഫിയ, ആഫിയത്തിനെ ചോദിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹിനെ പേടി കഴിച്ചാൽ പിന്നെ ഒരു മനുഷ്യന് നൽകപ്പെടുന്ന ഏറ്റവും വലിയ ഔദാര്യമാണ് ആഫിയത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അവിടെ ചോദിക്കണം എന്നാണ്. രാവിലെയും വൈകുന്നേരമൊക്കെയുള്ള പ്രാർത്ഥനയിൽ അതുണ്ട്. സ്വന്തത്തോടൊന്ന് ചോദിക്കും. നിങ്ങളൊക്കെ ഇത് കേട്ടവരും പഠിച്ചവരുമാണല്ലോ. ഇന്നത്തെ പ്രഭാതത്തിലും ഇന്നത്തെ പ്രദോഷത്തിലും നിങ്ങളൊക്കെ അള്ളാഹിനോട് ചോദിച്ചോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറ എന്ന് ചോദിച്ച എത്ര പേരിന്റെ ശബ്ദം കേൾക്കുന്നവരിലുണ്ട് എന്ന് സ്വന്തത്തോടൊന്ന് ചോദിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ക്ലാസ് കേൾക്കുന്നതും ക്ലാസ് എടുക്കുന്നതും ഒക്കെ വെറുതെ എടുക്കാനും കേൾക്കാനും മാത്രമാണ് ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ പഠിച്ചതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിലേ പ്രിയമുള്ളവരെ നമുക്കത് ഖൈറും ബർക്കത്തുമൊക്കെ 2 ലോകത്തും ഉണ്ടാക്കുകയുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിലുണ്ട്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുവേ എൻ്റെ ശരീരത്തിന് സുഖം തരണേ. അല്ലാഹുമ്മ ആഫിനി ഫീ സമി,
അല്ലാഹുമ്മ അഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത്. അതൊക്കെ ആഫിയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. അതുപോലെ തന്നെ വലിയ വലിയ രോഗങ്ങളിൽ നിന്നൊക്കെ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. മിനൽ ബറസി, വെള്ളപ്പാണ്ടിൽ നിന്ന്, വൽ ജുനൂൻ, ഭ്രാന്ത് പിടിപെടുന്നതിൽ നിന്ന്, വൽ ജുദാം, കുഷ്ഠരോഗത്തിൽ നിന്ന്, വമിൻ സയ്യിഇൽ അസ്ഖാം, മോശപ്പെട്ട ഏതൊക്കെ മാറാവ്യാധികളുണ്ടോ അതിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. നബിതങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനകളാണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. എന്നാലും അസുഖങ്ങളൊക്കെ വരും, അവിടെ ക്ഷമിക്കണം, സഹിക്കണം. പിന്നെ ഇതിൻ്റെയൊക്കെ പുറമേ ചികിത്സയും നടത്തണം. ആ ചികിത്സ സംബന്ധമായി നമുക്ക് ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാറുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകിക്കൊണ്ട് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാവ്യാധികളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും കുടുംബാദികളെയും എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈമാനും സബറും നിലനിൽക്കുന്ന ഒരു ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള സമയമാക്കി അള്ളാഹു മാറ്റിത്തന്നുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.